പ്രധാന വാർത്തകൾ. ജെമിനി സർക്കസ് വിനോദത്തിനപ്പുറം മരണക്കെണി. അധികൃതർ കർശന നടപടിയെടുക്കണം. ജെമിനി സർക്കസ് പ്രദർശനങ്ങൾ തുടരുമ്പോൾ അഭ്യാസികളുടെയും കാണികളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയരുന്നു. വിനോദത്തിന്റെ മറവിൽ നടക്കുന്നത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരണക്കളിയാണെന്നാണ് ആക്ഷേപം. പ്രധാന ആശങ്കകൾ. അപകടകരമായ അഭ്യാസങ്ങൾ. ഉയരങ്ങളിൽ നടത്തുന്ന പ്രകടനങ്ങളിൽ സുരക്ഷാ വലകളോ സേഫ്റ്റി നെറ്റ്സ്, മതിയായ മുൻകരുതലുകളോ ഇല്ലാത്തത് കലാകാരന്മാരുടെ ജീവന് ഭീഷണിയാണ്. അഗ്നിബാധ സാധ്യത. കൂറ്റൻ കൂടാരങ്ങളിൽ ആവശ്യത്തിന് അഗ്നിശമന സംവിധാനങ്ങളോ എമർജൻസി എക്സിറ്റുകളോ ഇല്ലാത്തത് വൻ ദുരന്തത്തിന് കാരണമായേക്കാം. വൈദ്യുതി ഷോക്ക്. കൂടാരത്തിന് ചുറ്റും അലക്ഷ്യമായി വലിച്ചിരിക്കുന്ന വൈദ്യുതി ലൈനുകൾ ഏതു നിമിഷവും ഷോർട്ട് സർക്യൂട്ടിന് വഴിവെക്കാം. നിരോധിക്കപ്പെട്ട അഭ്യാസങ്ങളും നിയമലംഘനങ്ങളും. പല അന്താരാഷ്ട്ര സർക്കസ് വേദികളിലും സുരക്ഷാ കാരണങ്ങളാൽ നിരോധിക്കപ്പെട്ട പല അഭ്യാസങ്ങളും ഇവിടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ അരങ്ങേറുന്നു. സുപ്രീം കോടതിയുടെയും മൃഗക്ഷേമ ബോർഡിന്റെയും കർശനമായ ഉത്തരവുകൾ നിലനിൽക്കെ, മൃഗങ്ങളെയും പക്ഷികളെയും ക്രൂരമായി പരിശീലിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ്. കൂടാതെ കുട്ടികളെ അപകടകരമായ പ്രകടനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ബാലാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നു. ലൈസൻസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഓരോ പ്രദർശനത്തിന് മുൻപും സുരക്ഷാ പരിശോധന സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം നിയമങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെടുകയാണ്. ദുരന്തങ്ങളുടെ വ്യാപ്തിയും അപകട സാഹചര്യങ്ങളും. സർക്കസ് കൂടാരത്തിനുള്ളിലെ ഓരോ നിമിഷവും ഒരു വൻ ദുരന്തത്തിന്റെ മുനയിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഭീകരത താഴെ പറയുന്നവയാണ്. കൂടാരത്തിനുള്ളിലെ അഗ്നിബാധ. സർക്കസ് കൂടാരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ വളരെ വേഗത്തിൽ തീപിടിക്കുന്നവയാണ്. വൈദ്യുതി ലൈനുകളിലെ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ കൂടാരം കത്തിയമരും. ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഗാലറികളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇടുങ്ങിയ വഴികൾ മാത്രമാണുള്ളത്. ഇത് തിക്കും തിരക്കും ഉണ്ടാക്കുകയും ആളുകൾ ശ്വാസം മുട്ടിയും ചവിട്ടേറ്റും മരിക്കാൻ കാരണമാവുകയും ചെയ്യും. അഭ്യാസികളുടെ വീഴ്ച. 40 മുതൽ 50 വരെ അടി ഉയരത്തിൽ നിന്ന് സുരക്ഷാ ബെൽറ്റുകളോ വലകളോ ഇല്ലാതെ താഴേക്ക് വീഴുന്ന ഒരു അഭ്യാസിയുടെ ആന്തരിക അവയവങ്ങൾ തകരുകയും നട്ടെല്ലിന് മാരകമായ പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷത്തെ പിഴവ് ഒരു ആജീവനാന്ത വൈകല്യത്തിലേക്കോ തൽക്ഷണ മരണത്തിലേക്കോ നയിക്കാം. മൃഗങ്ങളുടെ ആക്രമണം. പരിശീലനം ലഭിച്ച മൃഗങ്ങൾ പോലും ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ പ്രകോപിതരാകാനുള്ള സാധ്യതയുണ്ട്. നിയന്ത്രണം വിട്ട മൃഗങ്ങൾ കാണികളുടെ ഇടയിലേക്ക് ചാടി വീണാലുണ്ടാകുന്ന പ്രത്യാഘാതം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കാലപ്പഴക്കം ചെന്ന യന്ത്രങ്ങൾ. പ്രദർശനത്തിന് ഉപയോഗിക്കുന്ന പാരമ്പര്യ ഉപകരണങ്ങളും ഇരുമ്പ് കമ്പികളും തുരുമ്പിച്ചതും കാലപ്പഴക്കം ചെന്നതുമാണ്. ഏതു നിമിഷവും ഇവ ഒടിഞ്ഞു വീഴാം. ഒരു ചെറിയ പിഴവ് പോലും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചേക്കാം എന്ന ഗൗരവകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വിനോദത്തിന്റെ പേരിൽ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ അധികൃതർ അടിയന്തരമായി ഇടപെടണം. ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പുകളും കൃത്യമായ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ പ്രദർശനം തടയാൻ കർശന നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപകടങ്ങൾ സംഭവിച്ച ശേഷം നടപടിയെടുക്കുന്നതിനേക്കാൾ മുൻകരുതൽ എടുക്കുന്നതാണ് ഉചിതം.